അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അല്ലാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ഥലവും സമയവും കമന്റിൽ എഴുതൂ. നമ്മുടെ വ്യൂവേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. നമുക്ക് തുടങ്ങാം. ലോകത്തിന്റെ അവസാനം അഥവാ അന്ത്യനാൾ എപ്പോഴാണെന്നത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. എങ്കിലും ആ ദിനം അടുത്തുവരുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന വലിയ അടയാളങ്ങളെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തിന് കൃത്യമായ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹ് ദജ്ജാലിന്റെ വരവ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ്, നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായവുമാണ്. നിശ്ചയമായും ഞാൻ പറയുന്നു, ദജ്ജാൽ നിങ്ങളിലാണ് വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവന്റെ വരവ് സത്യമാണ്. അവൻ വളരെ അടുത്തുതന്നെ വരുന്നതാണ്. ലോകത്തു വന്ന എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയ്ക്ക് ദജ്ജാലിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രവാചകന്മാർ നൽകാത്ത ചില പ്രത്യേക അടയാളങ്ങൾ കൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ദജ്ജാൽ എന്ന പദത്തിന് കളവു പറയുന്നവൻ എന്നും കുതന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. തന്റെ കയ്യിലുള്ള അസാധാരണമായ കഴിവുകൾ ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയും അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയുമാണ് ദജ്ജാലിന്റെ ലക്ഷ്യം. മസീഹ് എന്ന പദം ഈസാ നബി അലൈഹിസ്സലാമിനും ദജ്ജാലിനും ഒരുപോലെ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഭൂമി മുഴുവൻ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിന്റെ ഒരർത്ഥം. എന്നാൽ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു കണ്ണ് തടവപ്പെട്ടത് അഥവാ ഇല്ലാത്ത അവസ്ഥയിലായതിനാലാണ് അവനെ മസീഹ് ദജ്ജാൽ എന്ന് വിളിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജാഗ്രത വേണ്ട സമയമാണ് ദജ്ജാലിന്റെ കാലഘട്ടം. ദജ്ജാലിന്റെ ശാരീരിക രൂപം. മസീഹ് ദജ്ജാൽ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ രൂപരേഖ വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. ശാരീരികമായ പ്രത്യേകതകൾ മുൻകൂട്ടി അറിഞ്ഞാൽ അവനെ തിരിച്ചറിയാൻ എളുപ്പമാകുമെന്നതിനാലാണ് പ്രവാചകൻ അത്രമേൽ വിശദമായി അത് വിവരിച്ചു തന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, നിശ്ചയം അവൻ ഒരു യുവാവാണ്. നന്നായി ജടകുത്തിയ മുടിയുള്ളവനും ഉയരം കുറഞ്ഞവനുമാണവൻ. അവന്റെ കാലുകൾ അല്പം വളഞ്ഞ രീതിയിലായിരിക്കും. ദജ്ജാലിന്റെ മറ്റൊരു പ്രത്യേകത അവന്റെ നെറ്റിത്തടം ഉയർന്നതും മാറ് വീതിയുള്ളതുമായിരിക്കും എന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ അവൻ കൂനുള്ളവനാണെന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ദജ്ജാലിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവന്റെ കണ്ണുകളാണ്. അവൻ ഒറ്റക്കണ്ണനാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അവന്റെ ഒരു കണ്ണ് ഉന്തിനിൽക്കുന്ന മുന്തിരിപ്പഴം പോലെയായിരിക്കും. മറ്റൊരു കണ്ണ് കാഴ്ചയില്ലാത്തതും തടവപ്പെട്ടതുമായിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ സത്യം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി. നിശ്ചയം നിങ്ങളുടെ നാഥനായ അല്ലാഹു ഒറ്റക്കണ്ണനല്ല, എന്നാൽ ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. അവൻ താനാണ് ദൈവമെന്ന് അവകാശപ്പെടുമ്പോൾ ഈ അടയാളം വിശ്വാസികൾക്ക് വലിയൊരു തെളിവായി മാറും. കൂടാതെ ദജ്ജാലിന്റെ ഇരുകണ്ണുകൾക്കിടയിലായി കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും. എഴുതാനും വായിക്കാനും അറിയുന്നവർക്കും അതില്ലാത്തവരുമായ എല്ലാ സത്യവിശ്വാസികൾക്കും അത് വ്യക്തമായി വായിക്കാൻ അല്ലാഹു തആല കഴിവ് നൽകും. ഈ അടയാളങ്ങളിലൂടെ ദജ്ജാലിനെ തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കും. ഖുസാ ഗോത്രത്തിലെ അബ്ദുൽ ഉസ്സാ ബിൻ ഹഖ്ഖാനോടാണ് ദജ്ജാലിന്റെ രൂപത്തെ പ്രവാചകൻ താരതമ്യം ചെയ്തത്. ദജ്ജാലിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ യാത്രാനുഭവം. ഒരിക്കൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും 30ഓളം വരുന്ന തന്റെ യാത്രാസംഘവും കടലിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയതും കടൽ പ്രക്ഷുബ്ധമായതും. ഏകദേശം 1 മാസത്തോളം കൂറ്റൻ തിരമാലകൾക്കിടയിൽപ്പെട്ട് അവരുടെ കപ്പൽ ആടിയുലഞ്ഞു. ദിശ പോലും അറിയാതെ അലഞ്ഞ യാത്രാസംഘമൊടുവിൽ കടലിന്റെ മധ്യത്തിലുള്ള ഒരു ദ്വീപിൽ ചെന്നെത്തി. അവർ ആ ദ്വീപിലേക്കിറങ്ങിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ശരീരം മുഴുവൻ രോമങ്ങൾ നിറഞ്ഞ ഒരു വിചിത്ര രൂപം അവിടെ നിൽക്കുന്നു. മുടിയും രോമങ്ങളും കാരണം അതിന്റെ മുൻഭാഗമേത് പിൻഭാഗമേത് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര ഭീകരമായിരുന്നു ആ രൂപം. ഭയപ്പാടോടെ നിന്ന യാത്രാസംഘത്തോട് ആ രൂപം സംസാരിക്കാൻ തുടങ്ങി. അൽ ജസാസ എന്നറിയപ്പെട്ട ആ രൂപം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മഠത്തിലിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുക. അയാൾ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്.
തമീമുദ്ദാരി റദിയല്ലാഹു അൻഹുവും സംഘവും ഭയത്തോടെ ആ വലിയ മഠത്തിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ കൂടുതൽ ഭയപ്പെടുത്തി. ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു മനുഷ്യരൂപം അവിടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ കൈകൾ കഴുത്തിനോട് ചേർത്ത് കെട്ടപ്പെട്ടിരുന്നു. മുട്ടുമുതൽ കണങ്കാൽ വരെ ഇരുമ്പ് ചങ്ങലകളാൽ വരിഞ്ഞുമുറുക്കപ്പെട്ട നിലയിലായിരുന്നു ആ ഭീകരരൂപം. തമീമുദ്ദാരി റദിയല്ലാഹു അൻഹുവും സംഘവും ഭീതിയോടെ നോക്കി നിൽക്കെ ആ രൂപം അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നായിരുന്നു ആ രൂപത്തിന്റെ ആദ്യത്തെ ചോദ്യം. മഠത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കണ്ട ആ ഭീകരരൂപം തമീമുദ്ദാരി റദിയല്ലാഹു അൻഹുവിനോടും സംഘത്തോടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തങ്ങൾ അറബികളാണെന്നും കടലിൽ വഴിതെറ്റി ഈ ദ്വീപിലെത്തിയതാണെന്നും യാത്രാസംഘം മറുപടി നൽകി. അപ്പോൾ ആ രൂപം ലോകത്തെ ചില പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചു. ആദ്യമവൻ ചോദിച്ചത് ബീസാനിലെ ഈത്തപ്പനകളെക്കുറിച്ചായിരുന്നു. ബീസാനിലെ ഈത്തപ്പനകൾ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ എന്നായിരുന്നു അവന്റെ ചോദ്യം. ഉണ്ട് എന്ന് യാത്രാസംഘം മറുപടി നൽകിയപ്പോൾ അടുത്തുതന്നെ അവയിൽ പഴങ്ങളുണ്ടാകുന്നത് നിന്നുപോകുമെന്ന് ആ രൂപം മുന്നറിയിപ്പ് നൽകി. പിന്നീട് അവൻ ചോദിച്ചത് തബ്രിയ തടാകത്തെക്കുറിച്ചായിരുന്നു. തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് മറുപടി ലഭിച്ചപ്പോൾ ആ വെള്ളം വറ്റാൻ സമയമായി എന്നവൻ പറഞ്ഞു. അടുത്തതായി സുഗാർ എന്ന അരുവിയെക്കുറിച്ചായിരുന്നു അവന്റെ അന്വേഷണം. അവിടെ ജലസേചനം നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ധാരാളം വെള്ളമുണ്ടെന്നും ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടെന്നും യാത്രാസംഘം പറഞ്ഞു. ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് അത്ഭുതപ്പെട്ട സംഘത്തോട് ഒടുവിൽ അവൻ ചോദിച്ചത് അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകനെക്കുറിച്ചായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തുവെന്നും അറബികൾ അദ്ദേഹത്തെ പിൻപറ്റുന്നുവെന്നും അറിഞ്ഞപ്പോൾ ആ രൂപം ഇപ്രകാരം പറഞ്ഞു: അദ്ദേഹത്തെ പിൻപറ്റുന്നതാണ് അവർക്ക് നല്ലത്. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയാം. തീർച്ചയായും ഞാനാണ് അൽ മസീഹ് അഥവാ ദജ്ജാൽ. എനിക്ക് പുറപ്പെടാനുള്ള അനുവാദം ലഭിക്കാൻ സമയമായിരിക്കുന്നു. പുറത്തു ചാടിയാൽ മക്കയും മദീനയുമല്ലാത്ത എല്ലാ നാടുകളിലും ഞാൻ പ്രവേശിക്കും. ദജ്ജാൽ പുറപ്പെടുന്നതിനു മുമ്പായി ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയിലും മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ദജ്ജാലിന്റെ വരവടുത്തുവെന്നതിന്റെ സൂചനകളായിരിക്കും. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ 6 പ്രധാന സംഭവങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ് അതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമാണ്. ഉമർ ബിൻ ഖത്താബ് റദിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. മൂന്നാമതായി പറയുന്നത് പ്ലേഗ് പോലുള്ള വലിയ മഹാമാരികൾ പടർന്നു പിടിക്കുമെന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം രോഗങ്ങളാൽ മരണപ്പെടും. ലോക ചരിത്രത്തിൽ നാം കണ്ട പ്ലേഗ് രോഗങ്ങളും മറ്റു മഹാമാരികളും ഇതിലേക്കുള്ള സൂചനകളാണ്. മറ്റൊരു പ്രധാന അടയാളം സാമ്പത്തികമായ മാറ്റങ്ങളാണ്. ലോകത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും എന്നാൽ തൊട്ടുപിന്നാലെ കടുത്ത സാമ്പത്തിക മാന്ദ്യം ലോകത്തെ പിടിച്ചുലയ്ക്കുകയും ചെയ്യും. ഈ മാന്ദ്യം പരിഹരിക്കപ്പെടുന്നത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവോടുകൂടിയായിരിക്കും. കൂടാതെ ഷാമിലുണ്ടാകുന്ന വലിയ കുഴപ്പങ്ങളും ദജ്ജാലിന്റെ പുറപ്പാടിനുള്ള അടയാളമായി പണ്ഡിതന്മാർ വിവരിക്കുന്നു. ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പുള്ള 3 വർഷങ്ങൾ ലോകം കടുത്ത പട്ടിണിയിലായിരിക്കും. 1-ാം വർഷം ആകാശത്തോട് അതിന്റെ മഴയുടെ 3-1 തടഞ്ഞുവെക്കാൻ അല്ലാഹു കൽപ്പിക്കും. 2-ാം വർഷം മഴയുടെ 3-2 ഭാഗവും 3-ാം വർഷം മഴ പൂർണ്ണമായും തടയപ്പെടും. ഭൂമിയിൽ നിന്ന് ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത അത്ര കഠിനമായ വരൾച്ചയായിരിക്കും അന്നുണ്ടാവുക. വിശ്വാസികൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുമാണ് ആ കാലഘട്ടത്തിൽ വിശപ്പടക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ദജ്ജാൽ പുറപ്പെടുമ്പോൾ അവൻ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ദജ്ജാൽ വരുന്നത് വെള്ള നിറമുള്ള ഒരു കഴുതപ്പുറത്തായിരിക്കും. എന്നാൽ അത് നമ്മൾ കാണുന്ന സാധാരണ വലുപ്പമുള്ള ഒരു കഴുതയായിരിക്കില്ല. മറിച്ച് പർവ്വതം പോലെ ഭീമാകാരമായ ഒന്നായിരിക്കുമത്. ആ കഴുതയുടെ 2 ചെവികൾക്കിടയിലുള്ള ദൂരം മാത്രം 70 ബാഹ് വ്യാസമുണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഒരു ബാഹ് എന്നാൽ ഒരു മനുഷ്യന്റെ 2 തോളുകളും കൈകളും വിടർത്തിപ്പിടിച്ചാലുള്ള അത്രയും വലുപ്പമാണ്. അങ്ങനെയെങ്കിൽ ആ കഴുതയുടെ വലിപ്പം നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ദജ്ജാലിന്റെ ഈ വാഹനം കിലോമീറ്ററുകൾ ദൂരത്തേക്ക് ഒരൊറ്റ കുതിപ്പിനെത്താൻ ശേഷിയുള്ളതാണ്. ദജ്ജാലിന്റെ സഞ്ചാര വേഗതയെക്കുറിച്ച് അനുചരന്മാർ ചോദിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത് ഇപ്രകാരമാണ്: കാറ്റിൽ പറക്കുന്ന മേഘത്തെപ്പോലെ വേഗത്തിലായിരിക്കും അവൻ സഞ്ചരിക്കുക. ഒരു പ്രദേശത്തുനിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മിന്നൽ വേഗത്തിലെത്താൻ അവന് സാധിക്കും. ഭൂമിയിൽ 40 ദിവസം മാത്രമായിരിക്കും അവൻ തങ്ങുക. എന്നാൽ ഈ 40 ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതിലെ 1-ാമത്തെ ദിവസം ഒരു വർഷത്തിന് തുല്യമായിരിക്കും.
രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന് തുല്യവും മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ചയ്ക്ക് തുല്യവുമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ സാധാരണ ദിവസങ്ങളെപ്പോലെയായിരിക്കും കടന്നുപോവുക. ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ ദജ്ജാൽ ശ്രമിക്കും. ദജ്ജാലിന്റെ വരവ് ഒരു വലിയ പരീക്ഷണമാകുന്നത് അവൻ കാണിക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ കൊണ്ടാണ്. ജനങ്ങളുടെ ഈമാൻ അഥവാ വിശ്വാസം പരിശോധിക്കാനായി ചില കഴിവുകൾ അല്ലാഹു തആല അവന് നൽകും. തന്റെ കൂടെ സ്വർഗവും നരകവുമുണ്ടെന്ന് ദജ്ജാൽ അവകാശപ്പെടും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ദജ്ജാലിന്റെ കൂടെ നീരുറവകളും തീക്കനലുകളുമുണ്ടാകും. അവൻ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നരകവും, അവൻ നരകമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തണുപ്പുള്ള വെള്ളം നിറഞ്ഞ സ്വർഗവുമായിരിക്കും. ദജ്ജാലിനെ നേരിടേണ്ടി വരുന്ന വിശ്വാസികൾ അവൻ നരകമെന്ന് പറയുന്ന തീയിലേക്ക് ചാടുകയാണെങ്കിൽ അത് അവർക്ക് തണുപ്പും സമാധാനവുമായി മാറുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ദജ്ജാൽ ഒരു ഗ്രാമത്തിലൂടെ കടന്നുപോകുമ്പോൾ അവർ അവനിൽ വിശ്വസിച്ചാൽ അവൻ ആകാശത്തോട് മഴ പെയ്യിക്കാൻ കൽപ്പിക്കും. ഉടനെ അവിടെ മഴ പെയ്യുകയും ഭൂമി പച്ചപിടിക്കുകയും കന്നുകാലികൾ തടിച്ചു കൊഴുക്കുകയും ചെയ്യും. എന്നാൽ അവനെ നിഷേധിക്കുന്ന ഗ്രാമങ്ങളിൽ കടുത്ത വരൾച്ചയും ദാരിദ്ര്യവും അവനുണ്ടാക്കും. ഭൂമിക്കടിയിലെ നിധികളോട് പുറത്തുവരാൻ അവൻ കൽപ്പിക്കുമ്പോൾ തേനീച്ചക്കൂട്ടങ്ങൾ രാജ്ഞിയെ പിന്തുടരുന്നതുപോലെ സ്വർണവും വെള്ളിയും അവനെ പിന്തുടരും. മറ്റൊരു വലിയ വഞ്ചന മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന തോന്നലുണ്ടാക്കലാണ്. ഒരു മനുഷ്യന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ പിശാചുക്കളെ പ്രത്യക്ഷപ്പെടുത്തി ദജ്ജാൽ ചോദിക്കും, ഞാൻ നിന്റെ രക്ഷിതാവാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ആ പിശാചുക്കൾ മരിച്ചുപോയ മാതാപിതാക്കളുടെ ശബ്ദത്തിൽ ഇവൻ നിന്റെ രക്ഷിതാവാണ്, നീ ഇവനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ പലരും വഴിതെറ്റിപ്പോകും. എന്നാൽ ദൃഢവിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത്തരം വഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ലോകം മുഴുവൻ അതിവേഗത്തിൽ ചുറ്റിക്കറങ്ങുന്ന ദജ്ജാൽ എല്ലാ നാടുകളിലും തന്റെ വഞ്ചനയുമായി എത്തും. എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു ചില സ്ഥലങ്ങൾ അവന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മക്കയും മദീനയുമാണ് ആ പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഈ രണ്ട് പുണ്യനഗരങ്ങളിലും പ്രവേശിക്കാൻ ദജ്ജാലിന് ഒരിക്കലും സാധിക്കില്ല. അവൻ ഈ നഗരങ്ങളുടെ അതിർത്തിയിലെത്തുമ്പോൾ വാളുകൾ ഊരിപ്പിടിച്ച മലക്കുകൾ അവനെ തടയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മദീനയുടെ പുറത്ത് ഒരു ചതുപ്പുനിലത്തിൽ ദജ്ജാൽ തമ്പടിക്കും. അന്ന് മദീന നഗരം 3 തവണ പ്രകമ്പനം കൊള്ളും. ഈ ഭൂമികുലുക്കത്തിൽ ഭയചകിതരായി മദീനയിലുള്ള കപടവിശ്വാസികളും അല്ലാഹുവിൽ സംശയമുള്ളവരും നഗരത്തിനു പുറത്തേക്കോടും. ഇത്തരത്തിൽ മദീനയിലെ അഴുക്കുകളെ പുറന്തള്ളുന്ന ദിവസമായിരിക്കുമത്. ഈ സമയം മദീനയുടെ ഓരോ കവാടത്തിലും മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ടാകും. മക്കയ്ക്കും മദീനയ്ക്കും പുറമേ ബൈത്തുൽ മുഖദ്ദസ് അഥവാ മസ്ജിദുൽ അഖ്സയിലും തൂർ പർവ്വതത്തിലും പ്രവേശിക്കാൻ ദജ്ജാലിന് അനുവാദമുണ്ടാവില്ല എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. മദീനയിലേക്ക് കടക്കാൻ കഴിയാതെ നിരാശനാകുന്ന ദജ്ജാൽ അവിടെയുള്ള ഒരു മലയിൽ കയറി മദീനയിലെ പള്ളിയിലേക്ക് നോക്കി പറയും, ഇതാണ് ആ അഹ്മദിന്റെ വെളുത്ത കൊട്ടാരം. അക്കാലത്ത് ജീവിക്കുന്ന ഒരു ഉത്തമനായ മനുഷ്യൻ ദജ്ജാലിനെ നേരിടാൻ പുറപ്പെടും. ദജ്ജാലിന്റെ പടയാളികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിക്കും, നീ ഞങ്ങളുടെ രക്ഷിതാവായ ഇദ്ദേഹത്തിൽ വിശ്വസിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറയും, എന്റെ രക്ഷിതാവിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന്. ഇദ്ദേഹമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകിയ ആ കള്ളനായ ദജ്ജാൽ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും. ഇത് കേട്ട് പ്രകോപിതനാകുന്ന ദജ്ജാൽ ആ മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിക്കും. മദീനയുടെ അതിർത്തിയിൽ ദജ്ജാൽ തമ്പടിച്ചിരിക്കുന്ന സമയത്താണ് ആ ധീരനായ വിശ്വാസി അവനെ നേരിടാൻ പുറപ്പെടുന്നത്. അക്കാലത്ത് ജീവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനായിരിക്കും അദ്ദേഹം. ദജ്ജാലിന്റെ പടയാളികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ദജ്ജാലിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ദജ്ജാലിനെ കണ്ട മാത്രയിൽ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും, ജനങ്ങളെ, ഇവനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ആ കള്ളനായ മസീഹ് ദജ്ജാൽ. ഇത് കേട്ട് ദജ്ജാൽ പ്രകോപിതനാകുകയും തന്റെ അനുയായികളോട് ആ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉത്തരവിടുകയും ചെയ്യും. അവനെ കൊല്ലണോ എന്ന് ദജ്ജാൽ ചോദിക്കുമ്പോൾ അനുയായികൾ സമ്മതം മൂളും. ദജ്ജാൽ ആ വിശ്വാസിയെ രണ്ടാക്കി മുറിക്കാൻ കൽപ്പിക്കും. അവന്റെ കൽപ്പനപ്രകാരം ആ മനുഷ്യനെ തല മുതൽ കാലുവരെ വാളുകൊണ്ട് പിളർന്ന് 2 ഭാഗങ്ങളാക്കി മാറ്റും. പിന്നീട് ദജ്ജാൽ ആ 2 ശരീരഭാഗങ്ങൾക്കിടയിലൂടെ നടക്കുകയും വലിയ അഹങ്കാരത്തോടെ തന്റെ അനുയായികളോട് ചിരിക്കുകയും ചെയ്യും. അതിനുശേഷം ദജ്ജാൽ വിളിച്ചു പറയും, നീ എഴുന്നേൽക്കൂ. അപ്പോൾ അല്ലാഹുവിന്റെ അനുവാദത്താൽ ആ മനുഷ്യൻ പഴയതുപോലെ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കും. വീണ്ടും ജീവൻ ലഭിച്ച ആ മനുഷ്യനോട് ദജ്ജാൽ ചോദിക്കും, ഇപ്പോഴെങ്കിലും ഞാൻ നിന്റെ രക്ഷിതാവാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്.
അപ്പോൾ ആ ധീരനായ വിശ്വാസി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകും, ഇപ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ ഉറപ്പായി, നീ തന്നെയാണ് ആ കള്ളനായ ദജ്ജാൽ. അല്ലാഹുവാണ് സത്യം, എനിക്ക് നിന്നിൽ യാതൊരു വിശ്വാസവുമില്ല. വീണ്ടും ആ മനുഷ്യനെ കൊല്ലാൻ ദജ്ജാൽ ശ്രമിക്കുമെങ്കിലും അല്ലാഹു അദ്ദേഹത്തിന്റെ കഴുത്തിനു ചുറ്റും മിനുസമുള്ള പിത്തള പാളികൾ കൊണ്ട് സംരക്ഷണം നൽകും. പിന്നീട് ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ ദജ്ജാലിന് സാധിക്കില്ല. ഒടുവിൽ ദജ്ജാൽ അദ്ദേഹത്തെ നരകമെന്ന് വിശേഷിപ്പിക്കുന്ന തന്റെ തീകുണ്ഡത്തിലേക്കെറിയും. എന്നാൽ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന് സ്വർഗമായി മാറും. ദജ്ജാലിന്റെ അക്രമങ്ങളും വഞ്ചനകളും ലോകത്ത് അസഹനീയമായി മാറുന്ന ഒരു ഘട്ടമെത്തും. സത്യവിശ്വാസികൾ വലിയ പ്രയാസത്തിലാവുകയും അവർ ദജ്ജാലിൽ നിന്ന് രക്ഷതേടി പലായനം ചെയ്യുകയും ചെയ്യും. ഈ സമയത്താണ് ലോകം കാത്തിരിക്കുന്ന ആ മഹാത്ഭുതം സംഭവിക്കുന്നത്. ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങിവരും. സിറിയയിലെ ദമാസ്കസിനടുത്തുള്ള ഒരു വെള്ളഗോപുരത്തിന് സമീപമായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം വന്നിറങ്ങുക. 2 മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ചുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള 2 വസ്ത്രങ്ങൾ ധരിച്ചാണ് അദ്ദേഹം വരിക. അദ്ദേഹം തല കുനിക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്നതായും തല ഉയർത്തുമ്പോൾ മുത്തുകൾ പോലെ വെള്ളത്തുള്ളികൾ ചിതറുന്നതായും കാണപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലെത്തുമ്പോൾ അവിടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രഭാത നമസ്കാരത്തിന് തയ്യാറെടുക്കുകയായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. എന്നാൽ ഈ ഉമ്മത്തിന്റെ ആദരസൂചകമായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് പിന്നിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കും. നമസ്കാരത്തിന് ശേഷം ഈസാ നബി അലൈഹിസ്സലാം പള്ളിയുടെ വാതിൽ തുറക്കാൻ പറയും. വാതിൽ തുറക്കുമ്പോൾ അവിടെ ദജ്ജാലും 70,000 വരുന്ന അവന്റെ സായുധരായ സൈന്യവും കാത്തുനിൽക്കുന്നുണ്ടാകും. ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്ന ദജ്ജാൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതുപോലെ ഭയത്താൽ ഉരുകാൻ തുടങ്ങും. ആ നിമിഷം മുതൽ ദജ്ജാലിന്റെ അന്ത്യം കുറിക്കപ്പെടും. ഈസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള കുന്തവുമായി ദജ്ജാലിനെ വധിക്കാനായി അവനെ പിന്തുടരും. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടമാത്രയിൽ തന്നെ ദജ്ജാലിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതുപോലെ തന്റെ ശരീരം ഉരുകുന്നത് അവൻ തിരിച്ചറിഞ്ഞു. പ്രപഞ്ചനാഥന്റെ പ്രവാചകനെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദജ്ജാൽ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടാൻ തുടങ്ങും. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം അവനെ പിന്തുടരും. ഇന്നത്തെ ഫലസ്തീനിലുള്ള ലുദ് എന്ന സ്ഥലത്തെ കവാടത്തിന് സമീപം വെച്ച് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ പിടികൂടും. അവിടെ വെച്ച് തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കും. ലോകത്തെ വിറപ്പിച്ച വലിയ അക്രമിയും കള്ളനുമായ മസീഹ് ദജ്ജാലിന്റെ അന്ത്യം അവിടെ കുറിക്കപ്പെടും. ദജ്ജാൽ കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പായതോടെ അവന്റെ സൈന്യം ചിതറിയോടാൻ തുടങ്ങും. ഈസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും ദജ്ജാലിന്റെ സൈന്യത്തെ പിന്തുടരും. അന്നവർക്ക് ഒളിച്ചിരിക്കാൻ ഒരിടവും ലഭിക്കില്ല. ഓരോ കല്ലും മരവും സംസാരിക്കാൻ തുടങ്ങുന്ന അത്ഭുതകരമായ നിമിഷമായിരിക്കും അത്. മുസ്ലിമേ, എന്റെ പിന്നിൽ ഒരു ശത്രു ഒളിച്ചിരിക്കുന്നുണ്ട്, നീ വന്ന് അവനെ പിടികൂടുക എന്ന് ഓരോ കല്ലും മരവും വിളിച്ചു പറയും. എന്നാൽ ഗർഖാദ് എന്ന മരം മാത്രം മിണ്ടില്ല. അത് ജൂതന്മാരുടെ മരമായതിനാലാണ് അതൊന്നും മിണ്ടാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദജ്ജാലിന്റെ ശല്യം അവസാനിക്കുന്നതോടെ ലോകം വലിയൊരു സമാധാനത്തിലേക്ക് പ്രവേശിക്കും. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിന്റെ വഞ്ചനയിൽപ്പെടാതെ രക്ഷപ്പെട്ട വിശ്വാസികളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ മുഖം തടവി ആശ്വസിപ്പിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ അവർക്കുള്ള ഉന്നതമായ സ്ഥാനങ്ങളെക്കുറിച്ച് അദ്ദേഹം അവർക്ക് സന്തോഷവാർത്ത അറിയിക്കും. വർഷങ്ങളായുള്ള ഭീതിക്കും പട്ടിണിക്കും വിരാമമിട്ട് ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് ചുവടുവെക്കുകയായി. ഭൂമിയിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്ന മസീഹ് ദജ്ജാലിന്റെ അന്ത്യത്തോടെ ലോകം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയായി. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ നീതിയും സമാധാനവും പുനഃസ്ഥാപിച്ചു. ദജ്ജാലിന്റെ കാലത്തുണ്ടായിരുന്ന ഭയവും ദാരിദ്ര്യവും വിദ്വേഷവും മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ഒരു നീതിമാനായ ഭരണാധികാരിയായി ഭൂമിയിൽ ഭരണം നടത്തും. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് അല്ലാഹു നാം എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗം നൽകിയവരുടെ കൂടെ അല്ലാഹു നമ്മളെയും ചേർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.